കണ്ണില്ല ക്രൂരതയുടെ എല്ലാ പ്രതികളും പിടിയിലായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. വയനാട് കൂടൽക്കടവിൽ ഗോത്ര യുവാവിനെ കാറിനൊപ്പം വലിച്ചിഴച്ച കേസിൽ 2 പ്രതികൾ കൂടി പോലീസ് കസ്റ്റഡിയിലായിരിക്കുന്നു. പനമരം സ്വദേശികളായ വിഷ്ണു, നബീൽ കമർ എന്നിവരാണ് പിടിയിലായത്. കേസിൽ 2 പേരെ നേരത്തെ തന്നെ പോലീസ് പിടികൂടിയിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി വയനാട്ടിൽ നിന്നും രതീഷ് വാസുദേവനാണ് ചേരുന്നത്. രതീഷ്, എന്തായാലും ആ ക്രൂരതയുടെ എല്ലാ പ്രതികളും പോലീസിന്റെ പിടിയിലായിരിക്കുന്നു എന്നുള്ളത് കേരളത്തിന് ഏറെ ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ്. കഴിഞ്ഞ ദിവസം 2 പേരെ പിടികൂടിയിരുന്നു. മറ്റ് 2 പേർ പലയിടത്ത് മൈസൂരിലേക്ക് കടന്നു എന്നുള്ള തരത്തിലൊക്കെ വാർത്തകൾ വന്നിരുന്നു. ഇപ്പോൾ എവിടെ നിന്നാണ് അവരെ പിടികൂടിയിരിക്കുന്നത്? വിവരങ്ങൾ നൽകാം. സ്വാതി, എന്തായാലും 4 പ്രതികളും ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലായിരിക്കുന്നു. 2 പ്രതികളെ അറസ്റ്റ് ചെയ്തു. ഇന്ന് 2 പ്രതികൾ കൂടി കസ്റ്റഡിയിലായിരിക്കുന്നു. നേരത്തെ അർഷിദ്, അഭിരാം എന്ന 2 പ്രതികളെ ഇന്നലെ അറസ്റ്റ് ചെയ്യപ്പെടുത്തിയിരുന്നു. അതുപോലെ തന്നെ ഇന്ന് ഇപ്പോൾ അല്പം മുമ്പാണ് പോലീസിൽ 2 പ്രതികൾ കൂടി കസ്റ്റഡിയിലായത്. അതായത് പനമരം സ്വദേശികളായ വിഷ്ണു, നദീൽ എന്നിവരാണ് കസ്റ്റഡിയിലായിട്ടുള്ളത്. പക്ഷേ പോലീസിന്റെ ഔദ്യോഗികമായി പോലീസ് ഇത് എവിടെ നിന്നാണ് ഇവർ കസ്റ്റഡിയിലായതെന്ന വിവരം വെളിപ്പെടുത്തിയിട്ടില്ല. അല്പസമയങ്ങൾക്ക് ശേഷമായിരിക്കും ഔദ്യോഗികമായി പോലീസിന്റെ അത്തരമൊരു അറിയിപ്പ് ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. എന്തായാലും ഈ 2 പ്രതികളും കസ്റ്റഡിയിലായി എന്ന് നമുക്ക് ഉറപ്പിക്കാം. അനൌദ്യോഗികമായി അത്തരം വിവരങ്ങൾ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും ആ കേസിൽ കൂടൽക്കടവിലെ മാതനെ ആ രീതിയിൽ കാറിൽ വലിച്ചെടുത്ത സംഭവം വലിയ തരത്തിൽ ഞെട്ടലുണ്ടാക്കിയാണ് മലയാളി മനസ്സാക്ഷിക്ക്. അതിന് എന്തൊക്കെ ന്യായീകരണങ്ങൾ പറഞ്ഞാലും അതിനൊന്നും ഫലമുണ്ടാവില്ല. ആ വിഷയത്തിൽ വലിയ രോക്ഷം കൊണ്ട പൊതുജന സമൂഹത്തിന് മുന്നിലാണ് ഈ 4 പ്രതികളെ 2 ദിവസം കൊണ്ട് തന്നെ പോലീസിന് പിടികൂടാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏതായാലും നാളെ ആയിരിക്കും മറ്റു കാര്യങ്ങളൊക്കെ ഏത് സാഹചര്യത്തിലാണ് ഇവർ ഇങ്ങനെ ഒരു ആക്രമണത്തിന് മുതിർന്നത് എന്നത് സംബന്ധിച്ചുള്ള വിശദ വിവരങ്ങളൊക്കെ തന്നെ പോലീസ് ചോദിച്ചറിയുമെന്ന് തന്നെയാണ് കരുതുന്നത്. കാരണം ഏത് സാഹചര്യത്തിൽ ഇങ്ങനെ ഈ ക്രൂരമായി ഈ പെരുമാറാനുള്ള സാഹചര്യം എന്താണെന്ന് ഈ 4 പ്രതികളും കൂടെ ലഭിച്ചാൽ മാത്രമേ പൂർണ്ണമായ വ്യക്തത നൽകാൻ കഴിയൂ എന്ന് പോലീസ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇവർ ലഹരി ഉപയോഗിച്ചിരുന്നോ, അത്തരമൊരു സാധ്യതയെക്കുറിച്ച് പോലും പോലീസ് അത്തരത്തിൽ ആരാഞ്ഞിരുന്നു. ഇവരെ പറ്റി ഈ 2 ആളുകളെ പറ്റി ഇന്ന് കസ്റ്റഡിയിലായ വിഷ്ണു, നബീൽ തുടങ്ങിയവരെ പറ്റി ഇവർ ഒരുപക്ഷെ മൈസൂരിലേക്കോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലേക്കോ കടന്നിരിക്കാമെന്ന സാധ്യതയില്ല. അത്തരം പ്രദേശങ്ങളിൽ പോലും പോലീസിന്റെ നിരീക്ഷണവും പരിശോധനയും ഉണ്ടായിരുന്നു. എന്നാൽ ഔദ്യോഗികമായി എവിടെ നിന്നാണ് ഇവർ കസ്റ്റഡിയിലെടുത്തതെന്ന് പോലീസ് ഇപ്പോൾ അറിയിച്ചിട്ടില്ല. അനൌദ്യോഗികമായി ലഭിക്കുന്ന വിവരങ്ങളാണ്. എന്തായാലും അല്പസമയങ്ങൾക്കുള്ളിൽ ഒരുപക്ഷെ പോലീസ് ഇത് വെളിപ്പെടുത്തും എന്ന് തന്നെയാണ് കരുതുന്നത്. എന്തായാലും 4 പ്രതികളും ഇപ്പോൾ പോലീസിന്റെ വലയിലായിരിക്കുന്നു. 2 പേരെ അറസ്റ്റ് ചെയ്യപ്പെടുത്തിയിരിക്കുന്നു. ഇന്ന് വൈകിട്ടോടെ 2 പേർ കസ്റ്റഡിയിലായിരിക്കുന്നെന്ന വിവരമാണ് ഇപ്പോൾ ഒടുവിൽ നമുക്ക് നൽകാൻ കഴിയുന്നത്. സ്വാതി, കൂടൽക്കടവ് ചെക്ക് ഡാം കാണാനെത്തിയവരാണ് പ്രദേശവാസിയായ മാതനോട് കണ്ണില്ലാ ക്രൂരത കാണിച്ചത്. വലിയ തരത്തിലുള്ള പ്രതിഷേധമായിരുന്നു നാടെങ്ങും ഇക്കാര്യത്തിൽ ഉണ്ടായത്. കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ടാണ് നാടിനെ നടുക്കിയ സംഭവമുണ്ടായത്. മാനന്തവാടി പുൽപ്പള്ളി റോഡിലെ കൂടൽക്കടവ് കവലയിൽ നിന്ന് ഏകദേശം 1/2 കിലോമീറ്റർ മാറി ചെക്ക് ഡാം കാണാനെത്തിയ വിനോദസഞ്ചാരികളാണ് ഇത്തരത്തിൽ മാതനെ ഈ കണ്ണില്ലാ ക്രൂരത മാതനോട് കാണിച്ചത്. അതിൽ 4 പേരായിരുന്നു ഉണ്ടായിരുന്നത്. 4 പേരും ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിരിക്കുന്നു. പനമരം സ്വദേശികളായ വിഷ്ണുവും നബീലും ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. രതീഷ്, ഏത് രീതിയിലായിരുന്നു പോലീസ് ഇവരെ കണ്ടെത്താനായിട്ടുള്ള അന്വേഷണം പിന്നീട് നടത്തിയിരുന്നത്? 2 ദിവസമായി ആദ്യ ദിവസം തന്നെ ഈ ഹർഷിദിനെയും അർഷിദും കസ്റ്റഡിയിലായി. തുടർന്നാണ് ഇവരെ ചോദ്യം ചെയ്യുന്നതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ഒരുപക്ഷെ അതിർത്തി ജില്ല കൂടിയാണ് വയനാട്. കർണാടകയിലെയും തമിഴ്നാടിന്റെയും അതിർത്തി ജില്ല കൂടിയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു സാധ്യത പരിശോധിച്ച ശേഷമാണ് ഈ അതിർത്തി ഇടങ്ങളിലൊക്കെ തന്നെ മൈസൂരിലും അതുപോലെ തമിഴ്നാട്ടിലെ ചില ഇടങ്ങളിലൊക്കെ തന്നെ പോലീസ് എത്തിയത്. എന്നാൽ അവിടെ നിന്നൊന്നും ഈ പിടിയിലായെന്നോ കസ്റ്റഡിയിലായെന്നോ വിവരം ഒരു സൂചന പോലും ലഭിച്ചിരുന്നില്ല. എന്നാൽ ഇന്ന് വൈകിട്ടോടെയാണ് ഇപ്പോൾ അല്പസമയങ്ങൾക്കുള്ളിലാണ് ഇവർ കസ്റ്റഡിയിലായി എന്ന വിവരം അറിഞ്ഞിട്ടുള്ളത്. എന്തായാലും അത്തരം പരിശോധനകൾ പോലീസ് നടത്തിയിട്ടുണ്ടാവാം. സംസ്ഥാനം വിട്ട് അധികം ദൂരേക്ക് മറ്റ് ഇതര സംസ്ഥാനങ്ങളിൽ തന്നെയാണെങ്കിൽ അധിക നഗരങ്ങളിലേക്കൊന്നും ഇവർ പോയിട്ടില്ല എന്ന് പോലീസ് ഉറപ്പുവരുത്തിയിരുന്നു. പക്ഷേ എന്നാൽ ഇത് സംബന്ധിച്ച് എവിടെ നിന്നാണ് കസ്റ്റഡിയിലായെന്ന് പോലീസ് ഇതുവരെ ഔദ്യോഗികമായി വെളിപ്പെടുത്തിയിട്ടില്ല. എന്തായാലും വളരെ ഊർജിതമായ പരിശോധനയാണ് ഇത് സംബന്ധിച്ച് ജില്ലയിലെമ്പാടും പോലീസ് ഈ പ്രത്യേക അന്വേഷണ സംഘം നടത്തിയത്. അതിനൊടുവിലാണ് ഇപ്പോൾ
പ്രതികളെ പിടികൂടാൻ ശരി സാധിച്ചിട്ടുള്ളത് രതീഷ്, എന്തായാലും കേരളത്തിന് ഏറെ ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ്. വയനാട് കൂടൽക്കടവിൽ ഗോത്ര യുവാവിനെ കാറിനൊപ്പം വലിച്ചിഴിച്ച കേസിൽ പിടിയിലാകാനുള്ള 2 പ്രതികൾ കൂടി ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലായിരിക്കുന്നു. പനമരം സ്വദേശികളായ വിഷ്ണുവും നബീൽ കമറുമാണ് പിടിയിലായത്. എവിടെ നിന്നാണ് ഇവരെ പിടികൂടിയത് എന്നുള്ള കാര്യം വ്യക്തമല്ല. കേസിൽ മറ്റു 2 പേരെ നേരത്തെ പിടികൂടിയിരുന്നു. ആ വിവരങ്ങളാണ് വയനാട്ടിൽ നിന്നും രതീഷ് വാസുദേവൻ നൽകിയത്.